നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ BSc നഴ്സിംഗിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ജനറൽ നഴ്സിംഗ് എന്നാണ് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുക എന്ന് ചോദിച്ചിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ 2025-26 അധ്യയന വർഷത്തേക്കുള്ള ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്, അതായത് GNM കോഴ്സും ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് ANM കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഇത് ഓഗസ്റ്റ് 5 മുതൽ 20 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ LBS സെന്ററിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കോഴ്സിലേക്കും അപ്ലൈ ചെയ്യാം. അതായത് GNM കോഴ്സിലേക്കും ANM കോഴ്സിലേക്കും അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിനും വേണ്ടി മാത്രമായിട്ടും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്താലും നിങ്ങൾ ഒരു അപേക്ഷ മാത്രം ഇതിന് സമർപ്പിച്ചാൽ മതി. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതായത് നമുക്ക് പ്രോസ്പെക്ടസ് നോക്കി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക, ഇതിന്റെ കോഴ്സിന്റെ കാലാവധി എത്ര നാളാണ്, എന്താണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നിവരെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കവർ ചെയ്യാം. ഇതിൽ ഈ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്, ഈ കോഴ്സ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സയൻസസും കൂടിയിട്ടാണ് നടത്തുന്നത്. ഇനി ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്, അതായത് ANM കോഴ്സ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് മാത്രമാണ് നടത്തുന്നത്. ഈ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന GNM കോഴ്സ് SC/ST വിഭാഗത്തിൽപ്പെട്ട സ്റ്റുഡൻസിനുള്ളതാണ്. ഇത് കേരളത്തിലെ 3 സർക്കാർ നഴ്സിംഗ് കോളേജുകളിലാണ് നടത്തുന്നത്: തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം. ഇവിടെ ഓരോ കോളേജിലും 30 സീറ്റ് വീതമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തിരുവനന്തപുരത്തും കോഴിക്കോടും 30 സീറ്റ് വീതം SC വിഭാഗത്തിലെ കുട്ടികൾക്കുള്ളതാണ്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ 30 സീറ്റുകളും ST വിഭാഗത്തിലെ കുട്ടികൾക്കാണ് സംവരണം ചെയ്തിട്ടുള്ളത്. ഇതില് തിരുവനന്തപുരത്തെ ഒരു സീറ്റ് ANM കഴിഞ്ഞ്, അതായത് ഓക്സിലറി നഴ്സിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ഇനി ഈ കോട്ടയത്തെ 30 സീറ്റില് മതിയായ ST കാൻഡിഡേറ്റ്സ് ഇല്ല എങ്കിൽ 20 സീറ്റ് വരെ SC കാൻഡിഡേറ്റ്സിന് നൽകുന്നതാണ്. എല്ലാ കോളേജുകളിലെയും 20% സീറ്റ് പുരുഷ അപേക്ഷകർക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ഇനി മതിയായ പുരുഷ അപേക്ഷകരില്ല എങ്കിൽ അതും സ്ത്രീ അപേക്ഷകർക്ക് നൽകുന്നതാണ്. ഈ GNM കോഴ്സിന്റെ കാലാവധി 3 വർഷമാണ്. അതിന് 6 മാസത്തെ ഇന്റേൺഷിപ്പും കൂടി ഉൾപ്പെടും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാതിരിക്കുകയോ അതല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഫെയിൽ ആകുമോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം അവർ തരുന്നത് 6 വർഷമാണ്. 6 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും നമ്മൾ കാണുന്നത് പോലെ തന്നെയുള്ള സംവരണങ്ങളെല്ലാം ഇതിലും അവർ നൽകുന്നുണ്ട്. അതായത് ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു സീറ്റ് അവൈലബിൾ ആണ്, ANM കോട്ടയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സംവരണം ഉണ്ട്. അങ്ങനെയുള്ള സംവരണ ആനുകൂല്യങ്ങളെല്ലാം ഇതിന് നൽകുന്നുണ്ട്. ഇനി ഈ പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ നേറ്റിവിറ്റിയാണ് പറയുന്നത്. നേറ്റിവിറ്റി അപേക്ഷകർ കേരളത്തിൽ ജനിച്ച ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങളുടെ അക്കാഡമിക് എലിജിബിലിറ്റി ആണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷ 40% മാർക്കോടുകൂടി പാസ്സായിരിക്കണം എന്നുള്ളതാണ് എന്റെ നിബന്ധന. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ നിങ്ങൾ ഓപ്ഷൻ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇംഗ്ലീഷ് ഒരു നിർബന്ധ വിഷയമായിട്ടും പഠിച്ചിരിക്കണം. ഇനി മതിയായ കാൻഡിഡേറ്റ്സ് ഈ സ്ട്രീമിൽ നിന്ന്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച സ്റ്റുഡൻസ് മതിയായ ആപ്ലിക്കൻസ് ഇല്ല എങ്കിൽ മറ്റ് സ്ട്രീമുകളിൽ പഠിച്ച വിദ്യാർത്ഥികളെയും കണക്കാക്കുന്നതാണ്. അതായത് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ ബയോളജിക്ക് പകരം മാത്സോ അങ്ങനെ എന്തെങ്കിലും പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവരെയും ഇതിന് കൺസിഡർ ചെയ്യുന്നതാണ്. പക്ഷെ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച സ്റ്റുഡൻസിനായിരിക്കും. പിന്നെ നിങ്ങൾ +2 ശേഷം ANM കോഴ്സ് കഴിഞ്ഞ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഇനി പ്രായപരിധി 2025 ഡിസംബർ 31, അതായത് ഇനി വരുന്ന ഡേറ്റ് ആണ് കണക്കാക്കുന്നത്. ഈ ഡിസംബർ 31-ന് നിങ്ങൾ 17 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള പറയുന്നത്. നിങ്ങൾ ഇതിന് തെരഞ്ഞെടുക്കുന്ന മാനദണ്ഡം നിങ്ങൾക്ക് യോഗ്യതാ പരീക്ഷയുടെ അവസാന വർഷത്തിൽ കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന് യാതൊരുവിധ എൻട്രൻസ് ടെസ്റ്റുകളും നിലവിലില്ല. അതായത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് കിട്ടിയത് ആ മാർക്കിന്റെ ബേസിസിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്.
കുറച്ച് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ഇനി DHS മുഖേന നടത്തുന്ന ANM ആൻഡ് GNM കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിനെല്ലാത്തിനും കോമൺ ആയിട്ടാണ് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിവരിക്കാം. കോഴ്സ് ഫീ 5300 രൂപയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതാണ് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം നടത്തുന്ന GNM കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. അടുത്തതിന് നമുക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ്, അതായത് DHS, ആരോഗ്യ വകുപ്പ് നടത്തുന്ന GNM ആൻഡ് ANM കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതില് GNM കോഴ്സ് നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നടത്തുന്നുണ്ട്. ഈ ANM കോഴ്സ് തെരഞ്ഞെടുക്കപ്പെടുന്ന 4 കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ GNM നടത്തുന്നതെന്നും ANM കോഴ്സ് നടത്തുന്നതെന്നും നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഓരോ ജില്ലകളിലും എത്ര സീറ്റ് വീതമാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീടിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ജില്ലയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാവുന്നതാണ്. 14 ജില്ലയിലും ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളാണുള്ളത്. ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് 33 സീറ്റാണുള്ളത്, കൊല്ലത്ത് 30 സീറ്റ്, പത്തനംതിട്ടയിൽ 27 സീറ്റ്, ആലപ്പുഴയിൽ 30 സീറ്റ്, ഇടുക്കിയിൽ 25 സീറ്റ്, കോട്ടയത്ത് 26 സീറ്റ്, എറണാകുളത്ത് 38 സീറ്റ്, തൃശ്ശൂർ 37 സീറ്റ്, പാലക്കാട് 30 സീറ്റ്, മലപ്പുറത്ത് 30 സീറ്റ്, കോഴിക്കോട് 73 സീറ്റ്, വയനാട് 25 സീറ്റ്, കണ്ണൂർ 36 സീറ്റ്, കാസർഗോഡ് 25 സീറ്റ്. അങ്ങനെ 14 ജില്ലകളും കഴിഞ്ഞതിന് ശേഷം കൊല്ലത്ത് ആശ്രാമം എന്ന സ്ഥലത്ത് SC/ST വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ ഉണ്ട്. അവിടെ 20 സീറ്റാണ് ആകെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൊത്തം GNM-ന് 485 സീറ്റുകളാണ് നിലവിലുള്ളത്. ഇനി ആരോഗ്യവകുപ്പ് ഡയറക്ടറിന്റെ കീഴിലുള്ള ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സസിന്റെ എവിടേക്കാണ് കോഴ്സുകൾ ഉള്ളതെന്നും എത്രയൊക്കെയാണ് അവിടെ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും നമുക്ക് നോക്കാം. ഇത് ഗവൺമെന്റ് JPHM ട്രെയിനിങ് സെന്റർ തൈക്കാവ്, അത് തിരുവനന്തപുരത്തുള്ളതാണ്. അത് SC/ST വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ് അവിടെ കോച്ചിങ് ഉള്ളത്. അവിടെ 20 സീറ്റാണ് നിലവിലുള്ളത്. അടുത്തത് തലയോലപ്പറമ്പ്, കോട്ടയം ജില്ലയിൽ, അവിടെ 25 സീറ്റ് അവൈലബിൾ ആണ്. അടുത്തത് പാലക്കാട് ജില്ലയിലുള്ള പെരിങ്ങോട്ടുകുറിശി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കോളേജാണ്. അവിടെ ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത്, അതായത് 50 സീറ്റ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് കാസർഗോഡാണ്. കാസർഗോഡ് കോളേജിൽ 25 സീറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തം 120 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. GNM കോഴ്സിന്റെ കാലാവധി 3 വർഷമാണ്. അത് ഇന്റേൺഷിപ്പ് ഉൾപ്പെടെയാണ് ഈ 3 വർഷം. ANM കോഴ്സിന്റെ കാലാവധി 2 വർഷമാണ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കോഴ്സ് പൂർത്തിയാക്കാനായിട്ട് ഒരു കാലാവധി അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ GNM കോഴ്സിന് 6 വർഷത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ANM കോഴ്സ് ആണെങ്കിൽ 4 വർഷത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ തന്നെ എല്ലാവിധ സീറ്റ് സംവരണങ്ങളും ലഭ്യമാണ്. സംവരണ വിഭാഗത്തിന് ലഭിക്കുന്ന ഫീസ് ഇളവുകളെല്ലാം ഇവിടെ ലഭിക്കുന്നതാണ്. അതായത് SC/ST, OBC, അങ്ങനെ ഏതൊക്കെ കാറ്റഗറിയിലുള്ളവരാണോ സംവരണത്തിന് ആനുകൂല്യം ഉള്ളത് അവർക്ക് ഇതിന്റെ ഫീസിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഇതിന്റെ അഡ്മിഷന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ നേറ്റിവിറ്റിയാണ് പറയുന്നത്. നേറ്റിവിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിൽ ജനിച്ച ഒരു കേരളീയരെ ആയിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് കേരളീയർ എന്നൊക്കെ കണക്കാക്കപ്പെടുന്നത്. പിന്നെ നോൺ കേരളൈറ്റ് കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പൊ അതെന്താന്ന് നിങ്ങൾ പ്രോസ്പെക്ടസിൽ നോക്കിയാലും മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം ഇതിനുണ്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ അക്കാഡമിക് എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ GNM കോഴ്സിന്റെ പറഞ്ഞ അതേ എലിജിബിലിറ്റി തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതായത് ഹയർ സെക്കൻഡറി ബോർഡ് നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷ നിങ്ങൾ 40% മാർക്കോടുകൂടി പാസ്സാവണം. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇംഗ്ലീഷ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീമിൽ നിന്ന് കുട്ടികളില്ല എങ്കിൽ അടുത്ത സ്ട്രീമിൽ കുട്ടികളെയും കൺസിഡർ ചെയ്യുന്നതാണ്. പിന്നെ രജിസ്റ്റർ ചെയ്ത ANM നഴ്സുമാർ, അതായത് അവർ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ടാണ് ANM കോഴ്സ് ചെയ്തതെങ്കിൽ അവർക്ക് അവരുടേതായ സംവരണം ചെയ്തിട്ടുള്ള സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ANM കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി അതല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും പരീക്ഷ നിങ്ങൾ പാസ്സായാൽ മാത്രം മതി. അടുത്തത് മലയാളം എഴുതാനും വായിക്കാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ ഏത് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി പഠിക്കുന്നവർക്ക് മുൻഗണനയൊന്നും നൽകുന്നില്ല. ഏത് സ്ട്രീമിൽ പഠിച്ചവർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ കേരള ഹയർ സെക്കൻഡറിയുടെ ഇക്വലന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ VHSC പഠിച്ച കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. VHSC പഠിച്ച കുട്ടികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. SC/BC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 5% മാർക്ക് ഇളവ് നൽകുന്നുണ്ട്. SC/ST വിഭാഗത്തിലെ കുട്ടികൾ പരീക്ഷ പാസ്സായാൽ മാത്രം മതി.
ഡിസേബിൾഡ് ആയ കാൻഡിഡേറ്റ്സിന് 5% മാർക്കിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ പ്രായപരിധിയും ഡിസംബർ 31, അതായത് 2025 ഡിസംബർ 31 17 വയസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഉയർന്ന പ്രായപരിധി ഇതിന് ബാധകമല്ല. ANM കോഴ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. GNM കോഴ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമാണ് ഹോസ്റ്റൽ സൗകര്യം ഉള്ളത്. ട്രാൻസ്ജെൻഡേഴ്സിനും ആൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമല്ല. പക്ഷേ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. GNM കോഴ്സിന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 700 രൂപ സ്റ്റൈഫൻഡ് ആയിട്ട് ലഭിക്കും. ഇതുകൂടാതെ പരിശീലന കാലത്ത് 2000 രൂപയും ലഭിക്കും. ഇനി പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡർക്ക് ഹോസ്റ്റൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് 50 രൂപ കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. ANM കോഴ്സിന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 500 രൂപയാണ് സ്റ്റൈഫൻഡ് ആയിട്ട് ലഭിക്കുക. SC ST OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സീറ്റിൽ അല്ലെങ്കിൽ സംവരണ സീറ്റിൽ ഏത് സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാലും പ്രവേശന സമയത്ത് നിങ്ങൾക്ക് ഫീസ് നൽകേണ്ടതില്ല. പിന്നെ ഇതിന് ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അവര്, അതായത് നിങ്ങൾക്ക് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് എന്തെങ്കിലും ദുരന്തങ്ങളോ കാലാവസ്ഥ പ്രതിസന്ധികളോ അങ്ങനെ എന്തെങ്കിലും കലാമിറ്റീസ് വരുന്ന സമയത്ത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന് ഒരു പിന്തുണ എന്ന നിലയ്ക്ക് നിങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും അവർ പറയുന്ന ശമ്പളത്തിലും വ്യവസ്ഥകളിലും ജോലി ചെയ്യേണ്ടതാണ്. അടുത്താണ് നിങ്ങൾക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത്. ഇത് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഓൺലൈനായിട്ടാണ്, അതായത് LBS സെന്ററിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. www.lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ANM കോഴ്സിന് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ GNM കോഴ്സിന് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ രണ്ടിനും കൂടിയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആകെ ഒരു ആപ്ലിക്കേഷൻ മാത്രം കൊടുത്താൽ മതി. ഓരോ കോഴ്സിനും നിങ്ങൾ പ്രത്യേകമായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതില്ല. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒന്നിലധികം അപേക്ഷ സമർപ്പിച്ചാൽ നിങ്ങളുടെ അപേക്ഷ അവർ റദ്ദാക്കും. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് അവിടെ നൽകേണ്ടതുണ്ട്. അത് എത്രയാണെന്നും കൂടി നമുക്ക് നോക്കാം. ജനറൽ അപേക്ഷാർത്ഥികൾ, അത് DHSന് കീഴിലുള്ള കോളേജുകളിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും GNM മാത്രമാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 400 രൂപ, GNM ആൻഡ് ANM രണ്ടും കൂടെ അപേക്ഷിക്കുകയാണെങ്കിൽ 600 രൂപ, ANM മാത്രം അപേക്ഷിക്കുമ്പോൾ 300 രൂപ നൽകിയാൽ മതി. ഇനി SC ST അപേക്ഷാർത്ഥികൾ DME ആൻഡ് DHS കോളേജുകളിലേക്ക് GNM വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ 200 രൂപ, GNM ആൻഡ് ANM കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് 300 രൂപ, ANM കോഴ്സിന് മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 150 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഈ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് വേണമെങ്കിൽ പേ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചെലാൻ ലഭിക്കും. ഈ ചെലാന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയിട്ട് ചെലാൻ എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെയും നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതും കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ജനനത്തീയതി തെളിയിക്കുന്നതിനായിട്ട് നിങ്ങളുടെ SSLC അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത പേജ് അപ്ലോഡ് ചെയ്യണം. രണ്ടാമത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, മൂന്നാമത് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേക സംവരണമോ അല്ലെങ്കിൽ ഫീസ് ഇളവോ എന്തെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ അതിന് അനുബന്ധമായിട്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് വേണം. SC ST കാൻഡിഡേറ്റ്സ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. SC BC OEC കാൻഡിഡേറ്റ്സ് നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇനി മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റ്, അതായത് SC ST അപേക്ഷാർത്ഥികൾക്ക് മാത്രമാണ് ഇത് ബാധകമായി വരുന്നത്. അങ്ങനെയുള്ള ഒരു സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അത് 6 മാസത്തിനുള്ളിൽ എടുത്തൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇത് PDF ഫോമിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിലവിലുണ്ട്, പക്ഷെ അതിന്റെ കാലാവധി നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നിങ്ങളുടെ നോൺ ക്രീമിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന് നിങ്ങൾ എടുത്ത വർഷം തുടങ്ങി 1 വർഷം വരെയാണ് അതിന്റെ വാലിഡിറ്റി. അപ്പോൾ 1 വർഷം വാലിഡിറ്റി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ദയവായിട്ട് അപ്ലോഡ് ചെയ്യരുത്. നിങ്ങൾ പുതിയതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക. ഇനി SC ST സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന് 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 1 വർഷമാണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത്. ഓരോ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും വാലിഡിറ്റി നോക്കിയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുക. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ റാങ്ക് ലിസ്റ്റ് ഇടും. ഈ റാങ്ക് ലിസ്റ്റ് 3 തരം റാങ്ക് ലിസ്റ്റുകളാണ് ഇടുന്നത്. ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ GNM സയൻസ് ഗ്രൂപ്പ് പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ് ഇടുക. രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ GNM നോൺ സയൻസ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സെക്കൻഡ് റാങ്ക് ലിസ്റ്റ്. മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് ANM കോഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് ആണ്.
അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എന്തൊക്കെയാണ് തുടർ നടപടികൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.